السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹു തീർത്തു തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട അസ്മാഉൽ ഹുസ്ന, ഇതിന്റെ പവിത്രതകളും ഇതിന്റെ ഓരോന്നിന്റെ മഹത്വങ്ങളും ഞാൻ പല നിലക്കും പല വീഡിയോസുകളിലൂടെയും പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ അതിന്റെ മഹത്വം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഷേഖ് സ്വാലിഹുൽ ജഅഫരി റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാം, അള്ളാഹുവിന്റെ വിശുദ്ധ നാമങ്ങളിൽ ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളും മഹത്വങ്ങളുമുണ്ട്. ഏത് നാമമാണോ കൂടുതലായി ഒരാൾ പതിവാക്കുന്നത് അതിന്റെ സ്വാധീനം അവരിൽ കാണുക തന്നെ ചെയ്യും എന്ന് മഹാനവർകൾ സ്വാലിഹുൽ ജഅഫരി തങ്ങൾ പറയാം. അസ്മാഉൽ ഹുസ്ന അത് പതിവാക്കുന്നത് ഏത് നാമമാണോ, അവൻ ഏത് ഉദ്ദേശമാണോ മനസ്സിൽ വെച്ചുകൊണ്ട് ആ നാമം അതിൻ്റെതായ ഫലം, അതിന്റെ ഗുണം അവനിൽ കാണുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഒരൊറ്റ ഒരു നാമമാകുന്ന അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഏറ്റവും മഹത്വമുള്ള, ഏറ്റവും പ്രതിഫലമുള്ള, വലിയ മഹത്വമേറിയ ഒരു നാമമാണ് യാ ബാഖി. എന്നൊന്നും ശേഷിക്കുന്നവൻ, നിലനിൽക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഈ യാ ബാഖി എന്ന ഇസ്മ, അത് യാ ബാഖി യാ അള്ളാഹ് എന്ന് പറഞ്ഞാലും അള്ളാഹുവിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞാലും പ്രശ്നമില്ല. യാ ബാഖി എന്ന ഇസ്മ ഒരൊറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് ഈ ഇസ്മ 100 തവണ ഈ ഇസ്മ യാ ബാഖി യാ അള്ളാഹ് അല്ലെങ്കിൽ യാ ബാഖി എന്ന് ഒരു ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട്, വേറെ സമയത്തെടുത്ത് പോകാൻ പാടില്ല, അവിടെ ഇരുന്ന് അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ 100 തവണ ഈ ഇസ്മ ചൊന്നാൽ, ഈ ഇസ്മ പറഞ്ഞാൽ, ഈ ഇസ്മ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് അവന് പ്രാർത്ഥിക്കണം. അവന്റെ ഉദ്ദേശം എന്താണോ അത് പറഞ്ഞുകൊണ്ട് അവന് പ്രാർത്ഥിച്ചാൽ അവന്റെ വിഷമങ്ങൾ മാറാൻ, അവന്റെ രോഗങ്ങൾ സുഖപ്പെടാൻ, ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ, വിപത്തുകളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കെ കാരണമായി തീരും ഈ ഇസ്മ. വലിയ മഹത്വമുള്ള ഇസ്മ, വലിയ പവറുള്ള ഇസ്മ. അള്ളാഹു അത് ചെയ്യുമ്പോൾ നമുക്ക് ദുആ ചെയ്യാനും അതിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ കാണാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.